ചലതളിച്ചകാരം ചെവിയുള്ളങ്കാരം കോകില പൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ കുസുമ സൗരഭം നാസ കുഹരസര സൈരിവം അതിദുഃഖ കാരണം ഇന്ന് ആരാമ സഞ്ചരണം. വിരഹത്തിന്റെയും പ്രണയത്തിന്റെയും വേദന മലയാളികൾക്ക് സമ്മാനിച്ച ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിലെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ പാഠം, സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ. ആ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകളിലെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്കിവിടെ വിവക്ഷിക്കുന്നുള്ളൂ. അതില് നളന്റെ സമീപത്തേക്ക് എത്തുന്ന അരയന്നത്തിന്റെ ആ അവസ്ഥയാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഉണ്ണായി വാര്യരാണ് നളചരിതം ആട്ടക്കഥ എഴുതിയത്. മലയാളത്തിലെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതിയാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ. 4 ദിവസം കൊണ്ട് കളിച്ചു തീർക്കാവുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു കഥകളി സാഹിത്യ രൂപമാണ് ഈ നളചരിതം ആട്ടക്കഥ. മലയാളത്തിലെ ശാകുന്തളം എന്നറിയപ്പെടുന്നു. ഓക്കെ, 17-ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഉണ്ണായി വാര്യർ ജീവിച്ചിരുന്നത് വിശ്വസിക്കപ്പെടുന്നു. തൃശ്ശൂരിനടുത്തുള്ള ഇരിഞ്ഞാലക്കുടയിലാണ് അദ്ദേഹം ജന്മദേശം എന്നും വിശ്വസിക്കുന്നുണ്ട്. ഉണ്ണായി വാര്യരും കുഞ്ചൻ നമ്പ്യാരും സമകാലികനായിരുന്നു എന്നും വിശ്വാസമാണ്. ഇതെല്ലാം വിശ്വാസം മാത്രമാണ്. അങ്ങനെയുള്ള ഉണ്ണായി വാര്യരുടെ ഏറ്റവും ശ്രേഷ്ഠമായ കൃതിയാണ് നളചരിതം ആട്ടക്കഥ. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നളചരിതം ആട്ടക്കഥ എന്ന ഒറ്റ കൃതി കൊണ്ട് തന്നെ മലയാളത്തിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുത്ത ഒരു അതുല്യനായ പ്രതിഭയാണ് ഉണ്ണായി വാര്യർ. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. അതിനകത്ത് വളരെ ഇതായിട്ടുള്ള ഒരു പ്രണയകഥ പറയുകയാണ് നമ്മുടെ ഉണ്ണായി വാര്യർ. പ്രണയവും വിരഹവും ഒത്തുചേരലും എല്ലാം ചേർന്നാണ് നളചരിതം ആട്ടക്കഥ. 4 ദിവസം കൊണ്ടാണത് കളിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കഥകളിയുടെ സാഹിത്യ രൂപത്തിന് പറയുന്ന പേരാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. അതിലെ ചെറിയൊരു ഭാഗം, അതിനകത്ത് വലിയ ഒരു വേഷം ചെയ്തിരിക്കുന്നത് ഒരു അരയന്നമാണ്, ഒരു ഹംസമാണ്. ഈ ഹംസത്തിനെ നമ്മുടെ നളൻ കണ്ടെത്തുന്ന സമയം, ആ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ. അപ്പോൾ നളനും ആ അരയന്നവുമായി കണ്ടുമുട്ടുന്ന രംഗം, അതായത് നളൻ ഉദ്യാനത്തിലൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അപ്രതീക്ഷിതമായി വരുന്ന നമ്മുടെ അരയന്നത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതാണ് സന്ദർഭം. നോക്കിയേ, വാക്കുകൾ പൂക്കുന്ന പൊയ്ക നീന്തി തുടയ്ക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ. വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി. നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിഷിത രാജാവായ നളൻ അവളിൽ അനുരക്തനാകും. പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ കാണാനിടയായ സ്വർണ്ണവർണ്ണമുള്ള ഹംസത്തെ പിടികൂടുന്നതാണ് സന്ദർഭം. അപ്പോൾ ഉദ്യാനത്തിലൂടെ ഉലാത്തുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു അരയന്നത്തെ സ്വർണ്ണവർണ്ണമുള്ള അരയന്നം. അപ്പൊ നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം. 1-ാമത്തെ ശ്ലോകം. അനക്കം കൂടാതെ നവവരൻ അണഞ്ഞാശു കുതുക അനർഘ സ്വർണാഭം സൈതമരയുന്ന പരിവൃഢം. അനക്കം കൂടാതെ, യാതൊരു അനക്കവുമില്ലാതെ നവവരൻ അണഞ്ഞാശു. നവവരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യശ്രേഷ്ഠൻ, അതായത് രാജാവ്. വളരെ ഒരു അനക്കവുമില്ലാതെ, ശബ്ദമുണ്ടാക്കാതെ നവവരൻ, അതായത് രാജാവ് അല്ലെങ്കിൽ മനുഷ്യശ്രേഷ്ഠൻ. അണഞ്ഞാശു, ആശു എന്ന് പറഞ്ഞാൽ പെട്ടെന്നെത്തി. കുതുക, കൗതുകത്തോടുകൂടി. അനർഘമായ സ്വർണാഭം, സ്വർണ്ണ നിറമുള്ള. സൈതമരയന്ന പരിവൃഢം, മയങ്ങുകയായിരുന്ന അരയന്ന ശ്രേഷ്ഠനെ. സൈതം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന അല്ലെങ്കിൽ മയങ്ങുന്ന എന്നർത്ഥം. അങ്ങനെയുള്ള ആ സ്വർണ്ണവർണ്ണമുള്ള അരയന്നത്തെ പിടിക്കാൻ പോവുകയാണ്. ഇണക്കാമെന്നോർത്തിങ്ങിതമോട് പിടിച്ചൊരളവിലെ, അതിനെ കൊല്ലാനല്ല ഉദ്ദേശം ഒരിക്കലും. ഇണക്കാമെന്നോർത്തുകൊണ്ട് വളരെ ഇംഗിതമോടത്തോട്, ആഗ്രഹത്തോടുകൂടി പിടിച്ചൊരളവിലെ, അങ്ങനെ അതിനെ പിടിച്ച ഒരളവിലെ ആ സമയത്ത് കനക്കം ശോകം, വളരെയധികം വർദ്ധിച്ച ശോകത്തോടുകൂടി, ദുഃഖത്തോടുകൂടി പൂണ്ടാൻ അവനഥ രുരോധാദി കരുണം, വളരെ ദുഃഖത്തോടുകൂടി വളരെ ദുഃഖത്തോടുകൂടി കരയുകയാണ്. അതികരുണം, വളരെയധികം ദയ അർഹിക്കുന്ന പോലെ ആ അരയന്നം കരയുകയാണ്. ഒന്നുകൂടെ നോക്കിയേ, രുരോരാധികരുണം എന്ന് പറഞ്ഞാല് വളരെയധികം ദുഃഖത്തോടുകൂടി, വളരെയധികം ദയ അർഹിക്കുന്ന വിധത്തിൽ കരയുകയാണ്. ആര്? നമ്മുടെ അരയന്നം. ശോകം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ദുഃഖം. രുരോധാദി കരുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
വളരെയധികം ദയ അർഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ കരുണ അർഹിക്കുന്ന പോലെ ആ അരയന്നം കരഞ്ഞു. അടുത്ത പല്ലവിയിലേക്ക് പോകാം. ശിവശിവ എന്തു ചെയ്യൂ ഞാൻ, എന്നെ ചതിച്ചു കൊല്ലുന്നത് രാജേന്ദ്രൻ. കരയുകയാണ്, നമ്മുടെ അരയന്നം കരയുകയാണ്. അരയൻ കരഞ്ഞോണ്ട് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്തു, എന്നെ ചതിച്ചു കൊല്ലാൻ നോക്കുകയാണല്ലോ ഈ രാജേന്ദ്രൻ. രാജാക്കന്മാരിൽ ഇന്ദ്രൻ തുല്യൻ. നളൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്, നമ്മുടെ നളൻ. നളൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നിശ്ചിത രാജ്യത്തിലെ രാജാവാണ് നളൻ. ആ നിശ്ചിത രാജ്യത്തിലെ രാജാവ് എല്ലാ മനുഷ്യ ഗുണങ്ങളും അടങ്ങിയ ഒരു ദേവതുല്യനാണ്. അതുകൊണ്ട് രാജേന്ദ്രൻ, ശിവശിവ എന്തു ചെയ്യൂ ഞാൻ, എന്നെ ചതിച്ചു കൊല്ലുന്നത് രാജേന്ദ്രൻ. എന്നെ ഈ രാജേന്ദ്രൻ, ഈ രാജശ്രേഷ്ഠൻ എന്നെ ചതിച്ചു കൊല്ലാൻ നോക്കുകയാണല്ലോ എന്ന് വിലപിക്കുകയാണ് ആര്? നമ്മുടെ അരയൻ. അനുപല്ലവിൽ വരുന്നു, വിവശം നിരവലംബം മമ കുടുംബവും ഇനി. എൻ്റെ പരാശ്രയമില്ലാത്ത വിവശമായ എൻ്റെ കുടുംബം ഇനി നിരാലംബമായി പോകുമല്ലോ, ആരും ആശ്രയമില്ലാതായി പോകുമല്ലോ, അല്ലെ? പരവശരായ എൻ്റെ കുടുംബം നിരാലംബമാണ്, ആരും ആശ്രയമില്ലാതായി പോകുമല്ലോ. മമ എൻ്റെ കുടുംബവും ഇനി, എൻ്റെ കുടുംബം ഇനി ആരും ആശ്രയമില്ലാതായി പോകുമല്ലോ എന്ന് വിലപിക്കുകയാണ് അരയൻ. അടുത്ത ചരണത്തിൽ പറയുന്നു, നോക്കിയേ, അത് തന്നെ പറയുന്നത് നമ്മുടെ അരയണം തന്നെ, ഹംസം തന്നെ പറയാണ്. ഹംസം അഥവാ അരയണം തന്നെ പറയുകയാണ്, ജനകൻ മരിച്ചുപോയി, തനയൻ ഞാനൊരുത്തനൻ. എൻ്റെ അച്ഛൻ മരിച്ചുപോയതാണ്, തനയൻ ഞാനൊരുത്തനൻ, മകനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ രാജാവിനോട് വിലപിക്കുകയാണ്. എന്തൊക്കെയാ പറയുന്നത് കാരണത്തില്? ജനകൻ മരിച്ചുപോയി, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, തനയൻ ഞാനൊരുത്തനൻ, ഞാൻ മകനായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ. ജനനി നിന്റെ ദശ ഇങ്ങനെ, ജനനി തന്റെ ദശ ഇങ്ങനെ, അമ്മയുടെ ദശ, അമ്മയുടെ കാലം ഇങ്ങനെ ആയി പോയല്ലോ, അമ്മയുടെ അവസ്ഥ ഇങ്ങനെ ആയി പോയല്ലോ. ജനനി അമ്മ. അപ്പൊ 3 വാക്കുകൾ പുതുതായിട്ട് പഠിച്ചു. ജനകൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ, തനയൻ എന്ന് പറഞ്ഞാൽ മകൻ, ജനനി അമ്മ. എൻ്റെ അമ്മയുടെ അവസ്ഥ ഇങ്ങനെ ആയി പോകുമല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ്. അഭിജ മമ ദൈത, അതുകൂടാതെ മമ എൻ്റെ ദൈത ഭാര്യ, കളിയൻ അതിചിരസുതാ പ്രാണൻ. അവൾ പ്രസവിച്ചിട്ട് അടുത്ത കാലമായി, വളരെ കാലമൊന്നും ആയിട്ടില്ല. അപ്പോൾ എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് വളരെ നാളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് പ്രസവിച്ചതാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതിചിരസുത, പ്രസവിച്ചിട്ട് അധിക നാളായിട്ടില്ലാത്തവൾ, അതിചിരസുത. പ്രാണം കളയും അതിവിധുര, അവളും പ്രാണൻ കളയും. അപ്പോൾ ഞാൻ മരിച്ചുപോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ എൻ്റെ കുടുംബം മൊത്തം ഇതായി പോകല്ലേ, അലങ്കോലമായി പോകും. എന്തൊക്കെ പറയുന്ന, ജനകൻ മരിച്ചു, എനിക്ക് അച്ഛനില്ലാത്തവനാണ്, തനയൻ ഞാൻ, മകനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ അമ്മയുടെ അവസ്ഥ ഇങ്ങനെ ആയി പോയല്ലോ. അഭിജ, അതുകൂടാതെ മമ ദൈത, എൻ്റെ ഭാര്യ, കളിയല്ല അതിചിരസുത, പ്രസവിച്ചിട്ട് അധിക കാലവും ആയില്ല, പ്രാണൻ കളയും, എൻ്റെ ഭാര്യയും അവളുടെ പ്രാണൻ പിടിയും. ഞാനില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് പിന്നെ ആരുമില്ല, അതുകൊണ്ട് അവള് പ്രാണൻ കളയും. എന്നാൽ കുലമിതൻ അകുലി വറുതി വന്നിതു, അതുകൊണ്ട് എൻ്റെ കുലം മുഴുവൻ അറുതി വന്നു, എല്ലാം തകിടം മറിഞ്ഞു പോകും, എൻ്റെ കുലം തന്നെ മുടിഞ്ഞു പോകും എന്നെ പിടിച്ചു വന്നു കഴിഞ്ഞാൽ. അപ്പൊ രാജാവ് തന്നെ പിടിച്ചപ്പോൾ വിലപിക്കുകയാണ് ആര്? നമ്മുടെ ഹംസം അഥവാ അരയന്നം. അടുത്ത വരിയിലേക്ക് വരാം. ചെറുതും പിഴ ചെയ്യാത്തൊരെന്നെ കൊന്നാൽ ബഹു ദുരിതമുണ്ട് തവ ഭൂവതേ. ഒരല്പം പോലും പിഴ ചെയ്യാത്ത എന്നെ കൊന്നു കഴിഞ്ഞാൽ ബഹു ദുരിതമുണ്ട് തവ ഭൂവതേ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അങ്ങ് കൊന്നു കഴിഞ്ഞാൽ അങ്ങേക്ക് വളരെയധികം ദുരിതങ്ങളുണ്ടാവും, ഭൂപതേ, രാജാവേ, ഭൂമിയുടെ അധിപ എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ചെറുതും പിഴ ചെയ്യാത്തോരെന്നെ കൊന്നാൽ ബഹു ദുരിതമുണ്ട് തവ, നിന്റെ, ഭൂപതേ, രാജാവേ, അല്ലെങ്കിൽ രാജാവേ, എന്നെ അങ്ങ് കൊന്നു കഴിഞ്ഞാൽ അങ്ങേക്ക് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാവും. മനസ്സിൽ രുചിജനകം എൻ്റെ ചിറകും മണികനകം. മനസ്സിൽ കൊതി ഉളവാക്കുന്ന എൻ്റെ ചിറക് എന്ന് പറയുന്നത്, എൻ്റെ ചിറകുകൾ എന്ന് പറയുന്നത് മണികനകം, സ്വർണത്തിലുള്ളതാണ്. അതുകൊണ്ട് നീ ധനികൻ, അതുകൊണ്ട് അങ്ങ് ഒരിക്കലും ധനികനാകാൻ പോകുന്നില്ല. അയ്യോ, ഗുണവും അനവധി ദോഷമായതു, എൻ്റെ ഗുണങ്ങൾ എനിക്ക് തന്നെ ദോഷമായല്ലോ. അതായത്
ഈ ഹംസത്തിന്റെ ചിറകുകൾ സ്വർണമായതുകൊണ്ടോ ആയിരിക്കാം അങ്ങനെ പിടിക്കുന്നത്. പക്ഷെ അന്നേരം അദ്ദേഹം അത് തന്നെ പറയുകയാണ്, എൻ്റെ ഗുണങ്ങൾ എനിക്ക് തന്നെ ദോഷമായി ഭവിച്ചല്ലോ എന്ന് വിലപിക്കുകയാണ് ആരെ? നമ്മുടെ ഹംസം അഥവാ അരയൻ. അടുത്ത നോക്കിയ ചരണം ഒന്ന്. നമുക്ക് സമയം കുറവാണ്, അതുകൊണ്ട് പെട്ടെന്നാണ് കേട്ടോ. അരുകഹംസമേ അരുതു പരിവേദിതം. അയ്യോ ഹംസമേ, നീ അറിയുക, അരുതു, നീ ദുഃഖിക്കരുത്. നീ ഒരിക്കലും ദുഃഖിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്? വിരസഭാവമില്ല നിന്നിൽമേ, എനിക്ക് നിന്നോട് യാതൊരു വിദ്വേഷങ്ങളും ഇല്ല. ഞാൻ നീ വിചാരിക്കുന്ന ആളല്ലേ. ആര് പറയേ? നളൻ പറയുകയാണ്, നിന്നോട് യാതൊരു വിദ്വേഷങ്ങളും എനിക്കില്ല. ദേഹം അനുപമിതം കാണാൻ, നിന്റെ ദേഹം എന്ന് പറയുന്നത് അനുപമിതമാണ്. എങ്ങും സാമ്യപ്പെടുത്താൻ കഴിയാത്തത്ര വളരെ സുന്ദരനാണ് നീ, അല്ലെ? നിന്റെ ദേഹം അനുപമിതം, ഒരിക്കലും ഉപമിക്കാൻ കഴിയാത്ത സൗന്ദര്യമുള്ളവനാണ് നീ. കാണാൻ മോഹഭരിതമുദിതം, കാണുവാൻ ആരെയും മോഹിപ്പിക്കുന്ന കാന്തിയുണ്ട് നിനക്ക്. നിങ്ങൾ സ്നേഹമേ വിഹിതം, എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്ക് നിന്നോട് യാതൊരു വിദ്വേഷവുമില്ല. എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹമേ വിഹിതം ന മയ, ന എന്ന് പറഞ്ഞാൽ ഇല്ല, മറ്റൊന്നുമില്ല. നിന്നോട് സ്നേഹമല്ലാതെ മറ്റൊന്നും എനിക്കില്ല. അന്നൊരിച്ചക്കൊത്ത വഴി ഗച്ഛനി, നിന്നോട് ഒരിക്കലും ഞാൻ ദ്രോഹം ചെയ്യില്ല. അപ്പോൾ എന്താണ്? ദേഹം അനുപമിതം, ഉപമിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ സാമ്യപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിലുള്ള ദേഹമാണ് നിനക്കുള്ളത്. മോഹഭരമുദിതം, ആരെയും മോഹിപ്പിക്കുന്നതാണ് നിന്റെ ശരീരം. നിങ്ങൾ സ്നേഹമേ വിഹിതം, എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ന മയ, മറ്റൊന്നുമല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റേ വിദ്വേഷമൊന്നുമില്ല. ദ്രോഹമിതു പൊഴുത് അമര ദേവപക്ഷി ശ്രേഷ്ഠ. അമര ഖരവര എന്ന് പറഞ്ഞാൽ എന്താണ്? അമര ഖഗവര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവപക്ഷി ശ്രേഷ്ഠ, എനിക്ക് നിന്നോട് യാതൊരുവിധ വിദ്വേഷങ്ങളുമില്ല, നിന്നോട് സ്നേഹം മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ പറയാണ്. അതൊന്നും നീ ചിന്തിക്കുകയേ ചെയ്യണ്ട. ദ്രോഹമിതു പൊഴുത അമരഖഗവര ഗുണനിധേ, ദേവപക്ഷിശ്രേഷ്ഠ, ഗുണങ്ങൾ നിറഞ്ഞവനെ, ഖേദമരുതേ, നീ ദുഃഖിക്കണ്ട. നീ ഖേദം അരുത്, നിനക്ക് ഖേദമൊന്നും വേണ്ട, നീ ദുഃഖിക്കേണ്ട കാര്യമേ ഇല്ല. പറന്നിച്ചക്കൊത്ത വഴി ഗച്ഛ നീ, നിനക്ക് ഇഷ്ടമുള്ള വഴി നീ പറന്നു വയ്ക്കോളൂ. എനിക്ക് നിന്നോട് യാതൊരു വിധ വിദ്വേഷമില്ല. പറന്നു ഇച്ഛക്കൊത്ത വഴി ഗച്ഛ നീ, ഗച്ഛ എന്ന് പറയാൻ പെട്ടെന്ന്, നിന്റെ ഇച്ഛയ്ക്കൊത്ത്, നിന്റെ ഇഷ്ടത്തിനൊത്ത്, നിന്റെ ആഗ്രഹത്തിനൊത്ത് നീ എത്രയും വേഗം പറന്നു വയ്ക്കോളൂ എന്ന് പറയുകയാണ് ആര്? നമ്മുടെ നളൻ. നളൻ ഒരിക്കലും അതിനെ ദ്രോഹിക്കാനോ കൊല്ലാനോ പിടിച്ചതല്ല, മറിച്ച് ഒരു ഇംഗിതം തോന്നി, ഒരു ആഗ്രഹം തോന്നിയിട്ട് അതിന് ഇണക്കാമെന്ന് ഓർത്ത് പിടിച്ചതാണെന്ന് പറഞ്ഞു, അല്ലേ? അങ്ങനെ അദ്ദേഹം അവനോട് പറയുകയാണ്, നീ നിന്റെ ഇഷ്ടത്തിന് നീ ഈ ആകാശത്തേക്ക് പറന്നു പോയാലും, അല്ലേ, ഇച്ഛക്കൊത്ത് ഗച്ഛ നീ, എത്രയും പെട്ടെന്ന് നീ പറന്നു വയ്ക്കോളൂ, ഞാൻ നിന്നൊന്നും ചെയ്യുന്നില്ല, ഞാൻ ദ്രോഹിക്കാനേ നോക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അരയന്നത്തോട്, ആ ഹംസത്തോട് പറന്നു വയ്ക്കൊള്ളാൻ പറയുകയാണ് ആര്? നമ്മുടെ നളൻ. ഇതൊരു ചെറിയ ഭാഗം മാത്രം കേട്ടോ. 4 ദിവസം കൊണ്ട് കളിച്ചു തീർക്കാവുന്ന രീതിയിൽ വളരെ ശ്രേഷ്ഠമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കാവ്യമാണ് നളചരിതം ആട്ടക്കഥ. 17-ാം നൂറ്റാണ്ടിലാണ് രചിച്ചത്. ഉണ്ണായി വാര്യരാണ് കവി. അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കൃതിയാണ്, മലയാളത്തിലെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതിയാണ്. അങ്ങനെയുള്ള നളചരിതം ആട്ടക്കഥയിൽ ചെറിയൊരു ഭാഗം. ഇനിയിപ്പോൾ ഈ അരയന്നം, ഈ ഹംസം നേരെ വിദർഭയിലേക്ക് ചെല്ലുന്നു, ദമയന്തിയെ കാണുന്നു. ഇവർ തമ്മിലുള്ള ആ പ്രണയം സാഫല്യത്തിന് മൂർത്തിഭൂതമാകുന്നത് ഈ പറയുന്ന ഹംസമാണ്. അത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. നളചരിതം ആട്ടക്കഥയിലെ 1-ാം ദിവസത്തെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. വിദർഭയിലെ രാജകുമാരി ദമയന്തി, നിഷുദ്ധ രാജ്യത്തെ രാജാവ് നളൻ. ഓക്കെ.